ഈ സാധിച്ച ദൈവത്തെ ദൈവങ്ങൾ ആരാധിച്ചു. നീ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴോ നിന്റെ മുമ്പിൽ അടങ്ങിയിരുന്ന വഴി തുറക്ക്. ഏതോ വസ്തു സംബന്ധമായി ദൈവാത്മ ഇടപെടുന്നു. ഏതൊക്കെ വസ്തു സംബന്ധമായി ദൈവാത്മ ഇടപെടുന്നു. താമസിക്കുന്ന വീട്ടിലേക്ക് വഴിയില്ലാതെ, ഒരുപക്ഷെ ആ ഹോട്ടലിലേക്ക് കയറിപ്പോവാൻ വഴിയില്ലാതെ ഭാരപ്പെടുന്ന ആരോഗ്യത്തിലേക്ക് ദൈവാത്മ പറയുന്നു വഴി തുറക്കുകയാണ്.
രക്ഷയുടെ പാനപാത്രമെടുത്ത് സകല ജയവും കാണിക്കുകയും യഹോവയെ സ്തുതിക്കും, യഹോവയ്ക്ക് മഹത്വം കൊടുക്കും. ഇന്ന് പകൽ അവിടുന്ന് ചെയ്ത ഉപകാരങ്ങൾ എണ്ണി ചിലത് മാത്രം നിങ്ങൾ ചിന്തിച്ചപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് എങ്ങനെ അങ്ങ് മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയും? ഇന്ന് പകലിൽ അവിടുന്ന് ഈ ജനത്തിന് മേൽ സകല പാപങ്ങളെയും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് ക്ഷമിച്ച ദൈവമാണ്. വീണ്ടും അവിടുന്ന് ചിലരുടെ പാപങ്ങളെ കൂടി ക്ഷമിക്കണമേ. ഈ ലോകത്തെ സൗഖ്യമാക്കിയ ദൈവമാണ്. എന്നാൽ ഇന്നും രോഗം അനുഭവിക്കുന്നവരുണ്ട്. സകല രോഗങ്ങളെയും അവിടുന്ന് സൗഖ്യമാക്കണമേ. നാശത്തിൽ നിന്ന് വീണ്ടെടുക്കണമേ. അവൻ യോവന് കഴിയുന്ന പോലെ കുതിക്കണമേ. വായ്ക്ക് തൃപ്തി വരുത്തണമേ അപ്പാ. അസാധാരണകരമായ ദൈവിക വിടുതൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ജനത്തിന് മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ഈ ജനത്തിന്റെ ജീവിതത്തിനകത്ത് പുതിയ വഴി തുറക്കുന്നതിനായി സ്തോത്രം. ആദ്യത്തെ മുമ്പിൽ പ്രവാചക വഴി തുറന്ന ദൈവം അടിമനുഖത്തിൽ കടന്ന ജനത്തിന്റെ പോലെ അവൻ ജനത്തിലെ മക്കളുടെ പദവിയിലേക്ക് അവൻ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വഴി തുറന്ന ദൈവം അടിമത്വത്തിന്റെ പട്ടണത്തിൽ നിന്ന് കനാലിലേക്ക് വഴി തുറന്ന ദൈവം വിശാലതകൾ തുറന്ന് നന്മകളിലേക്ക് അവൻ പീഡിക്കപ്പെട്ട് കിടന്നവരെയോ അടിമത്വത്തിൽ കിടന്നവരെയോ അറിവില്ലായ്മയിൽ കിടന്നവരെയോ പുതുവഴി തുറന്നു കൊടുത്തത് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നലെ നടന്നു പോയത് ആർക്കും തുറക്കാൻ പറ്റാത്ത പുതുവഴികളോ ഈ ജനത്തിനെ തുറക്കട്ടെ. ജോലിക്ക് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ ആകുന്നവരുണ്ട്. ജോലിക്ക് വേണ്ടി മുട്ടിയ വാതിലുകളുണ്ട്. പക്ഷെ അത് പലതും അടഞ്ഞു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന വഴി അവിടെ തുറക്കട്ടെ. ഒരിക്കലും നന്മയ്ക്ക് വേണ്ടി അവിടെ ആര് തുറക്കും? യേശുവിന്റെ നാമത്തിൽ ആരും ഒരു വെച്ച തുറന്നില്ല. അവിടെ നാം വഴി തുറക്കുന്നതിനായി സ്തോത്രം. ചില ഓഫീസുകളിൽ നിനക്ക് വേണ്ടി വഴി തുറക്കും. ചില ഓഫീസുകളിൽ, ചില ഡിപ്പാർട്ട്മെന്റ് മേഖലകളിൽ ആത്മാവിൽ പ്രവചിക്കാൻ പറയുന്നു. ചില ഡിപ്പാർട്ട്മെന്റ് മേഖലകളിൽ നിനക്ക് വേണ്ടി ആരും